is our channel Daily Vlogs by Krishna. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ കെയറിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്കും ഹെയർ കെയർ ചെയ്യണം എന്ന കുറച്ച് പണിയുള്ള കാര്യമായതുകൊണ്ട് അത് മടിച്ചു നിൽക്കുന്നവർക്കൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഹെയറിൽ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഹെയറിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഓയിൽ ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് ഉലുവയാണ് കേട്ടോ താരം. എൻ്റെ ഹെയർ കെയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഉലുവ. ഉലുവ വെച്ചിട്ടാണ് കൂടുതൽ പാക്കുകൾ ഞാൻ ചെയ്യാറ്. ഭയങ്കരമായിട്ട് നമുക്ക് ബെനിഫിറ്റ് തരുന്ന ഒരു സാധനമാണ് കേട്ടോ. താരൻ മാറാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ബേബി ഹെയർസ് ഉണ്ടാവാനും അതേപോലെ ഉള്ള മുടീനെ കരുത്ത് നൽകി നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഉലുവ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ ഹെയർ ഓയിൽ ചെയ്യാണ്ടാണ് കേട്ടോ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഹെയർ ഓയിൽ ചെയ്തിട്ട് വരാം, എന്നിട്ട് കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഓയിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കാൽപ്പിൽ മാത്രമേ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം ഉലുവ നമ്മളൊരു വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹെവി ആയിട്ടുള്ള പാക്കൊക്കെ ഇടുമ്പോഴാണ് നന്നായിട്ട് ഓയിൽ ചെയ്യേണ്ടത്. ഇത് ഞാൻ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ജെന്റിലായിട്ട് ഒരു മസാജും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. നല്ലതാണ്. ഒരു ജസ്റ്റ് സ്കാൽപ്പിൽ ഓയിൽ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മുടി വരുന്നുണ്ട് കേട്ടോ. അതാ മുടി ഒഴിച്ചിൽ നമ്മൾ എന്താ പറയുക, ഇന്നൊരു 2-3-4 മുടി വന്നിട്ടുണ്ട്. എന്താ നമ്മൾ ഇപ്പോൾ ഇന്നൊരു പാക്ക് ഇട്ടു, നാളെ തന്നെ സ്വിച്ച് ഇട്ട പോലെ മുടി കൊഴിച്ചിൽ നിൽക്കുകയൊന്നുമില്ല. നമ്മൾ മിനിമം ഒരാഴ്ചയെങ്കിലും ചെയ്താലേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചെങ്കിലും ഒരു മാറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ വീഡിയോ കണ്ടിത് ചെയ്തു, അതുകൊണ്ട് എനിക്ക് നാളെ മുടി കൊഴിച്ചിൽ നിന്നില്ല എന്നൊന്നും ആരും പറയരുത്. നമുക്ക് പതുക്കെ എന്താ പറയുക, ഹെയർ ഫോൾ കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒന്നും ചെയ്താലും അതൊന്നും നിൽക്കില്ല. ഒറ്റ ദിവസം കൊണ്ട് എന്ത് റെമഡി ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ പതുക്കെ എന്താ പറയുക, അത് മാറും, ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നുള്ളൊരു വിശ്വാസത്തോടെ പതുക്കെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങൾ മാറുള്ളൂ. ഹെയറിൻ്റെ നല്ല എന്തായാലും സ്കിൻ കെയർ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ ഇന്നൊരു സംഭവം ചെയ്തു അതുകൊണ്ട് നാളെ മാറണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് കാണാം. നമ്മുടെ ഉലുവയുടെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ട് നമ്മളത് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ തലയിൽ തേക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതിലേക്ക് ഇനി കറിവേപ്പിലയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഒരു പിടി കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മളുടെ ഹെയറിലേക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് നമുക്കാണ് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഉലുവയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം. ശേഷം അത് ജസ്റ്റ് അരിച്ചെടുക്കല്ലാതെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടുക. ഉലുവയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് കൈ വെച്ച് ഞെരടി എടുത്തതിന് ശേഷം അരിക്കണം. വാഷ് ചെയ്യാനൊക്കെ എളുപ്പം, അരിച്ചെടുക്കുകയാണെങ്കിൽ വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ അതിന് ചണ്ടിയായിട്ടുള്ള ഭാഗം കൈ വെച്ച് വാരി കളഞ്ഞാലും മതി. അരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഇതാ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. തലയുടെ ബാക്ക് വശത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ മുടി മുന്നിലേക്ക് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ എല്ലായിടത്തും ആക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പൊ ഞാനിത് മൊത്തം അപ്ലൈ ചെയ്ത് ഇതാ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തലയില്. ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കുക. കാരണം ഇത് വെള്ളമായത് കാരണം നീരിറങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപാട് സമയം തലയിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ ഒരുപാട് സമയം ഇത് തലയിൽ തേച്ച് വെക്കരുത്. പിന്നെ നമുക്ക് എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സമയം ഹോൾഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂറോളം ഞാൻ തലയിൽ വെക്കാറുണ്ട്. ഉലുവയും കറിവേപ്പിലയും നല്ലൊരു കോംബോ ആണ് നമ്മളെ ഹെയർ ഗ്രോത്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഹെയറിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. 1-2 ദിവസം ചെയ്തത് കൊണ്ട് നമ്മുടെ ഹെയറിൽ ഒരു മാറ്റവും അറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ്ട് നമ്മൾ ഹെയർ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറുള്ളൂ. പെട്ടെന്ന് ഒരു സാധനം ഒരു ദിവസം ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ഹെയറിന്റെ പ്രോബ്ലംസ് മാറണമെന്നില്ല. ഹെയറിന്റെ എന്നല്ല, നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും എല്ലാം അങ്ങനെയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്ത് വന്നാൽ മാത്രമേ ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും തുടർന്നുള്ള വീഡിയോസും കാണുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഹെയറിൽ വരുന്ന മാറ്റങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അധികം ദീർഘിപ്പിക്കുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ചാ ചാ.